അങ്ങനെ ബാസ വേഴ്സസ് സെൽറ്റ വിഗോ മത്സരത്തിൽ ബാസ 4-3 വിൻ ചെയ്തിട്ടുണ്ട്. കിടിലനായിട്ടുള്ള ഒരു റിമോൺടാഡയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ബാസ ആദ്യ ഗോൾ നേടി. ഫെറാൻ്റെ ഗോളോട് കൂടിയാണ് ബാസ ലീഡ് നേടുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് ഈ ഒരു സെൽറ്റ വിഗോ തിരിച്ച് 3 ഗോൾ നേടുന്നതാണ്. അപ്പോൾ ബാസ കൺസിഡർ ചെയ്തിട്ടുള്ള ആ 3 ഗോളിലും ഇൻഡിവിജ്വൽ എറേഴ്സ് ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് ഫേസിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഫേസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പെർഫോം ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ കൺസിഡർ ചെയ്തിട്ടുള്ള ആ 3 ഗോളിൻ്റെ അകത്തും ഇൻഡിവിജ്വൽ എറേഴ്സും ഉണ്ട്. പ്ലേയേഴ്സിന് അതൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നവും കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫേസിലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഗൗരവം കാണിച്ചിട്ട് പെർഫോം ചെയ്യണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ആ 3 ഗോൾ കൺസിഡർ ചെയ്തതിന് ശേഷം ബാസ ഒരു കംബാക്ക് നടത്തി. ഈ ഒരു ബാസക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഗോൾ നേടിത്തരുന്നത് ഡാനി ഓൾമോ ആയിരുന്നു, റഫീനയുടെ അസിസ്റ്റിൽ. അതിനുശേഷം റഫീനയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാസക്ക് ഒരു പെനാൽറ്റി ലഭിച്ചു. ഈ ഒരു ഡാനി ഓൾമോനെ സെൽറ്റ വിഗോ താരം ഫൗൾ ചെയ്തതിനെ തുടർന്ന് അങ്ങനെ അതും റഫീനെ ഗോളാക്കി മാറ്റി. അങ്ങനെയാണ് ബാസ ഈ ഒരു 4-3 ആ ഒരു കംബാക്ക് ഡണ്ണാക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാസ റിമോൺടാഡ നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ മാച്ചിലും നടക്കണമെന്നില്ല. അതുകൊണ്ട് പറയാണ് നല്ല രീതിയിലുള്ള അവയർനെസ് ഇനി അങ്ങോട്ടുള്ള മാച്ചസിൽ ബാസ കൊണ്ടുവരണം. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ എണ്ണം ബാസ കുറക്കണം. കാരണം ഇത് കുറച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണിയാവും. ഇപ്പോൾ ഈ കഴിഞ്ഞ ബൊറുസിയ മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാസ കൺസിഡർ ചെയ്ത ആ 3 ഗോളും ഇൻഡിവിജ്വൽ എറേഴ്സിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും ഈ ഒരു മാച്ചിൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ അതെനിക്ക് എന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പറയാം, ഇനി അങ്ങോട്ടുള്ള മാച്ചസിൽ ഇൻഡിവിജ്വൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിയിലുള്ള അവയർനെസ് ബാസ മുന്നോട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയായിരിക്കും കാര്യങ്ങളിൽ പോകുക എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു വിജയത്തോടു കൂടി നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാസ 1ാം സ്ഥാനക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലീഡ് ബാസ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയായിരിക്കും കാര്യങ്ങളിൽ പോകുക എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു മാച്ചിൽ ഒരു നെഗറ്റീവ് കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെവൻഡോസ്കിക്ക് ഇഞ്ചുറി പറ്റി. ഹാംസ്ട്രിങ്ങിൻ്റെ അവിടെയാണ് ഇഞ്ചുറി വന്നിട്ടുള്ളത്. അപ്പോൾ ചില റിപ്പോർട്ട്സ് പറയുന്നത് 2 to 3 ആഴ്ച പ്ലെയർ പുറത്ത് നിൽക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പ്ലെയറിന് കോപ്പ ഡെൽ റേ ഫൈനലിൽ നഷ്ടപ്പെടും. അതേപോലെ തന്നെ UCL സെമി ഫൈനലും നഷ്ടപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2 കോമ്പറ്റീഷനിലും ലെവൻഡോസ്കി മസ്റ്റാണ്. അതിലാണ് പ്ലെയർ ഇല്ലാതെ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബാസ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഹാൻസ് ഫ്ലിക്കിന് വേറെ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ഒരു ഡാനി ഓൾമോനെ വെച്ചിട്ടും അതേപോലെ തന്നെ ഈ ഒരു പാബ്ലോ ടോറേനെ വെച്ചിട്ട് സിസ്റ്റം റൺ ചെയ്യും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. നടക്കില്ല എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ വരുന്ന കോപ്പ ഡെൽ റേയിൽ ബാൾഡിയോ ഇല്ല, അതേപോലെ തന്നെ ലെവൻഡോസ്കി ഇല്ല. ഈ 2 താരങ്ങളില്ലാതെ ബാസ എങ്ങനെയാണ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ ഒരു മാച്ചിന് ശേഷം കണ്ടൊരു സിനാറിയോ ആയിരുന്നു ഹാൻസ് ഫ്ലിക്കായിട്ട് ഹെക്ടർ ഫോർട്ട് മിണ്ടാതെ പോകുന്നത്. അതായത് പ്ലെയറിന് ഡിസേർവ് ചെയ്യേണ്ട ഒരു പ്ലേയിങ് ടൈം ഹാൻസ് ഫ്ലിക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് പ്ലെയർ ആ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചത്. അപ്പോൾ പ്ലെയറെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു മാച്ചിൽ പ്ലെയറിന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു 70-ാം മിനിറ്റിൽ ജൂൾസ് കുണ്ടേനെ സബ് ചെയ്തിട്ട് ഹെക്ടർ ഫോർട്ടിനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ ഒരു അതേ ടൈമിൽ തന്നെ ഈ ഒരു ജെറാർഡ് മാർട്ടിനെ ഒഴിവാക്കിയിട്ട് ഹെക്ടർ ഫോർട്ടിനൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഹാൻസ് ഫ്ലിക്ക് അത് ചെയ്തില്ല. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അതിപ്പോഴും വ്യക്തമാകാത്തൊരു കാര്യമാണ്. ഇപ്പോൾ പ്ലെയർ സൂപ്പർ സബ്ബായിട്ട് വരുന്ന മാച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ചെറിയ ടൈമിനുള്ളിൽ തന്നെ പ്ലെയർ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഗെയിം റിതം ഇല്ലാതെയാണ് പ്ലെയർ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു റെഗുലർ പ്ലേയിങ് ടൈം കൊടുക്കേണ്ടതാണ്. പക്ഷേ ഹാൻസ് ഫ്ലിക്ക് കൊടുക്കുന്നില്ല. ഇതേ സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് പാബ്ലോ ടോറയ്ക്ക് ഉള്ളത്. പ്ലെയറിന് ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേയിങ് ടൈമാണ് ഹാൻസ് ഫ്ലിക്ക് കൊടുക്കുന്നത്. പക്ഷേ ആ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേയിങ് ടൈമിൽ പ്ലെയർ ബെറ്റർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള താരങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും പ്ലെയറിന് സ്റ്റാർട്ടിംഗ് ലെവൻ ചാൻസ് ഇല്ല. റെഗുലർ ആയിട്ടുള്ള ഒരു സൂപ്പർ സബ് ചാൻസ് ലഭിക്കുന്ന പോലുമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതെന്തുകൊണ്ടാണ് ഹാൻസ് ഫ്ലിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും വ്യക്തമാകുന്നില്ല. എന്തായാലും ശരി, ഈ സീസൺ എൻഡ് ആവുന്നതിനുള്ളിൽ അവർക്ക് ഒരു റെഗുലർ പ്ലേയിങ് ടൈം കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് ബെറ്റർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നെക്സ്റ്റ് മാച്ച് മയോർക്കയ്ക്ക് എതിരെയുള്ള മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഹെക്ടർ ഫോർട്ട് വരികയാണെങ്കിൽ, റൈറ്റ് ബാക്ക് റോഡിൽ ഹെക്ടർ ഫോർട്ട് വരികയാണെങ്കിൽ പ്ലെയറിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും.
നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചും ഈ ഒരു റിമോൺടാഡയെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.